ഞാനിപ്പോൾ ഒരു മുൻവിധിയോടുകൂടി പുതിയ ഗവൺമെൻറ്റിനെ കാണുന്നില്ല. അവർ ഭൂരിപക്ഷം നേടി വന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം നേടി വരുന്നവർ ഗവൺമെൻറ് രൂപീകരിക്കും. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ശാപവാക്കുകളൊന്നും പറയാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജനാധിപത്യത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരളത്തിൽ 10 വർഷം ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്തിരുന്ന മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുകയുണ്ടായല്ലോ. പാർട്ടി സെക്രട്ടറി പങ്കെടുത്തല്ലോ. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു മാതൃകയാണ് കാണിച്ചത്. അതേസമയം 2021 സത്യപ്രതിജ്ഞാ ചടങ്ങ് നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. എന്തായിരുന്നു അനുഭവം? എന്തായിരുന്നു ഗവൺമെൻറ്റിനോട് അന്നത്തെ പ്രതിപക്ഷം ഉടനീളം സ്വീകരിച്ച സമീപനം? ഇനി അങ്ങനെയേ ആയിരിക്കില്ല. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. സർക്കാർ ഏത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും നാടിൻ്റെ ക്ഷേമത്തെയും ഭാവിയെയും കരുതി അതിനെല്ലാം പിന്തുണ കൊടുക്കാനുള്ള ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ മനസ്സാണ് ഉണ്ടാവുക. ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. എന്നാൽ നാടിനെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വന്നാൽ അതിനെ ചൂണ്ടിക്കാട്ടും, അതിനെ എതിർക്കും. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ കഴിഞ്ഞ കാലം നമ്മുടെ അനുഭവം എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു സമീപനം ഒരു നശീകരണ സ്വഭാവമാണ്. ആ സ്വഭാവമല്ല. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം കൊടുത്തിട്ടുള്ള സൂചന.